ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് ബേസിക് സയൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? ഫസ്റ്റ് വൺ, ആക്ടിവിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് മാമൽസ് ആർ എനിമൽസ് വിച്ച് ഗേവ് ബർത്ത് ടു യങ് വൺ ആൻഡ് ഫീഡ് ദം. എന്താണ് മാമൽസ് എന്ന് പറയുന്നത്? പുതിയൊരു കുട്ടികളെ പ്രസവിച്ചിട്ട് അവരെ പാലൂട്ടി വളർത്തുന്ന ജീവികളാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് മാമൽസ്. താഴെ കൊടുത്തിട്ടുള്ളത് മാമൽസിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്? ദേ ലെഗ് എഗ്സ്. എന്താണ്? അവർ മുട്ടയിടുന്നതാണ്. ദേ ഹാവ് പിന്ന ഓർ ദെയർ ഇയേഴ്സ്. അവർക്ക് എന്താണ്? ചെവിക്കുടയുണ്ട്. ദെയർ ബോഡീസ് ആർ കവേർഡ് വിത്ത് എയർ ഓർ ഫർ. അവരുടെ ബോഡി എന്ന് പറയുന്നത് രോമം കൊണ്ടോ അല്ലെങ്കിൽ മുടി കൊണ്ടോ ഫുള്ള് കവർ ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും. ഫീഡ് മിൽക്ക് ടു ദെയർ യങ്ങർ വൺസ്. അവരുടെ അടുത്ത തലമുറക്ക് അവരെന്ത് ചെയ്യും? പാലൊക്കെ കൂട്ടി വളർത്തുമെന്നാണ് പറയുന്നത്. ഇതിലെ ഏതാണ് മാമൽസിൻ്റെ ഫീച്ചറോട് ബന്ധപ്പെട്ടതല്ലാത്തത്? ഫസ്റ്റ് വൺ ആണ് അല്ലേ? ദേ ലേ എഗ്സ് എന്ന് പറയുന്നതാണ്. അവർ മുട്ടയിട്ട് ഇടുന്ന ജീവികൾ അല്ല. ഇനി ബി, യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ആംഫീബിയൻസ്. നിങ്ങൾക്ക് ആംഫീബിയൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? എന്താണ് അവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? വൺ ഫീച്ചർ ഈസ് ഗിവൺ ബിലോ. ഒരെണ്ണം നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് 2 more. 2 നമ്മൾ എഴുതി കൊടുക്കണം. ഫസ്റ്റ് വൺ, ലീവ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ എന്നുള്ളതാണ്. അവർ കരയിലും വെള്ളത്തിലും ജീവിക്കും. പിന്നെ എന്താ എഴുതി കൊടുക്കാം നമുക്ക്? ദേ ഹാവ് മോയ്സ്റ്റ് പെർമിയബിൾ സ്കിൻ. എന്താണ്? അവർക്ക് മോയ്സ്റ്റ് ആയിട്ടുള്ള ഒരു പെർമിയബിൾ ആയിട്ടുള്ള സ്കിന്നാണുള്ളത്. ദേ ഹാവ് മോയിസ്റ്റ് പെർമിയബിൾ സ്കിൻ. ഇനി എന്ത് എഴുതി കൊടുക്കാം? അവർക്ക് കോൾഡ് ബ്ലഡഡ് ആണുള്ളത്. ഓക്കെ, ദേ ആർ കോൾഡ് ബ്ലഡഡ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ടാഡ്പോൾ ഈസ് ഫോംഡ് ബൈ ദ ഹാച്ചിങ് ഓഫ് എഗ്സ് ഓഫ് ഫ്രോഗ്സ്. എന്താണ്? ഈ തവളയുടെ മുട്ട വിരിഞ്ഞിട്ടാണ് ടാഡ്പോൾ വാൽമാക്രികൾ ഉണ്ടാവുന്നത് അല്ലേ? നെയിം ദിസ് ഫിനോമിന. ഈ ഫിനോമിനയുടെ പേരെന്താണ്? എന്താണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്? ഇതിന് നമ്മൾ പറയുന്നത് മെറ്റാമോർഫോസിസ് എന്നാണ്. ഓക്കെ, മെറ്റാമോർഫോസിസ്. അപ്പോൾ ഇവിടെ അതിൻ്റെ പേര് എഴുതി കൊടുക്കുക, മെറ്റാമോർഫോസിസ്. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദ ഓർഗാനിസംസ് വിച്ച് ഷോസ് ദിസ് ഫിനോമിന അതർ ദാൻ ഫ്രോഗ്. ഫ്രോഗ് അല്ലാതെ വേറെ ഏതെങ്കിലും ജീവികൾ ഇതേപോലെ ഉണ്ടോ? ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? ബട്ടർഫ്ലൈസ് ഇതേപോലെയാണ്. ഓക്കെ, ബട്ടർഫ്ലൈസ്. അപ്പോൾ നമുക്ക് ബട്ടർഫ്ലൈസ് എന്ന് ആദ്യം എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ മോസ്കിറ്റോസ്. ഓക്കെ, അപ്പോൾ ഈ മോസ്കിറ്റോസും ബട്ടർഫ്ലൈസും ഒക്കെ ഇത്തരത്തിലുള്ള ജീവികളാണ്. അവരുടെ എഗ്ഗ് വിരിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു പേരിൽ അറിയപ്പെടും, പിന്നീടാണ് അവരായിട്ട് മാറുന്നത്. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റി നമ്പർ 2 കടക്കാം. Which of the following is the primary reason for the decrease in the number of extinction of reptiles? Choose it from below. എന്താണ് താഴെ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു റാപ്റ്റൈൽസ് ഉണ്ടാവില്ല, അവരുടെ എണ്ണം കുറയുകയും വംശനാശം സംഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രൈമറി റീസൺ എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, താഴെ പറഞ്ഞിട്ടുള്ളത് ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ നാശം അല്ലേ? അതുപോലെ തന്നെ അടുത്തത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലോ ബ്രീഡിംഗ് ആണ്. ഓക്കെ, അതുപോലെ നോൺ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഈറ്റൻ ബൈ അതർ എനിമൽസ്. ഓക്കെ, ബാക്കിയുള്ള ജീവികൾ തിന്നുക. ഇതൊക്കെയാണ് കാരണം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? പ്രൈമറി റീസൺ എന്ന് പറയുന്നത് ഏതാണ്? ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം തന്നെയാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം, ക്ലാസിഫൈ ദ ഫോളോയിങ് ഓർഗാനിസംസ്. താഴെ കുറച്ച് ഓർഗാനിസംസിനെ കൊടുത്തിട്ടുണ്ട്. അതിനെന്ത് ചെയ്യണം? മാമൽസ് എന്നും അതുപോലെ മറ്റൊരു രീതിയിലും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് റാബിറ്റ്, സ്നേക്ക്, ഹൗസ് ലിസാർഡ്, കൗ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാമൽസ് അറിയാം. മാമൽസ് ഏതൊക്കെയാണെന്ന് എഴുതി കൊടുക്കാം. ഏതൊക്കെയാണ്? ഒന്ന് വരുന്നത് റാബിറ്റ് അല്ലേ? അപ്പോൾ ആദ്യത്തേത് റാബിറ്റ്, പിന്നെ വരുന്നത് കൗ. ഇനി സ്നേക്ക് വരുന്നത് ഏതാണ്? റെപ്റ്റൈൽസ് ആണല്ലേ? അപ്പോൾ അവിടെ എന്ത് എഴുതാം? റെപ്റ്റൈൽസ് എന്ന് എഴുതി കൊടുക്കുക. അതിൽ സ്നേക്ക് വരും, അതുപോലെ തന്നെ ഹൗസ് ലിസാർഡും വരും. അത് രണ്ടും അവിടെയും എഴുതി കൊടുക്കുക. ഇനി ഇതിലെ സി ചോദ്യം, വാട്ട് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ എ സ്നേക്ക് ബൈറ്റ് ബിഫോർ ടേക്കിംഗ് ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ അത് ആദ്യം നമുക്ക് ചെയ്യാം. കീപ്പിംഗ് ദ വിക്ടിം കാം ആൻഡ് സ്റ്റിൽ ദ സ്പ്രെഡ് ഓഫ് വെനം. എന്ത് ചെയ്യുക, അയാളെ വളരെ കാമായിട്ട് ആ ഒരു എന്താ പറയുക, വെനം ഒന്നും സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ക്ലീൻ ദ വൗണ്ട് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ആ മുറിവ് പറ്റിയ ഭാഗത്ത് സോപ്പും വാട്ടറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ റിമൂവിങ് എനി റിങ്സ്. ഇപ്പോൾ കൈമേലൊക്കെ ആണെങ്കിൽ റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളതൊക്കെ റിമൂവ് ചെയ്തിടുക. സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ആക്ടിവിറ്റി നമ്പർ 3 ആണ്. വാട്ട് ഷുഡ് ബി ടേക്കിംഗ് കെയർ ഓഫ് ദ ഹെൽത്ത് ഓഫ് ടങ്. എന്താണ് നാവിൻ്റെ ക്ലീൻ എന്ന് പറയുന്നത്? എന്തിനാണ് നമ്മൾ അത്രയും ക്ലീൻ ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ ആവശ്യം? എന്താണ് ശരിക്കും നമ്മൾ നാവൊക്കെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. To keep your tongue healthy, you should brush it gently every time to brush teeth to remove bacteria and food debris. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഫുഡിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായയിൽ എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് വേണം നമ്മൾ ബ്രഷ് ചെയ്യാൻ. ഓക്കെ. അഡീഷണലി സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് ആൻഡ് അവോയ്ഡിങ് എക്സസീവ് കൺസപ്ഷൻ ഓഫ് സ്പൈസി ഓർ വെരി ഹോട്ട് ഫുഡ്സ് ക്യാൻ ഹെൽപ്പ് മെയിൻറ്റെയിനിങ് ടങ് ഹെൽത്ത്. അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡോ വെരി ഹോട്ട് ആയിട്ടുള്ള ഫുഡോ ഒന്നും നമ്മൾ കൂടുതലായിട്ട് കൺസപ്ഷൻ ചെയ്യരുത്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ. ഏതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സെൻസ് ഓർഗൻ? ഇയർ, ഐ, നോസ്, സ്കിൻ. ഏതാണ്? സ്കിന്നാണ്. ഇതിന് ആൻസർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ എഴുതി തരാത്തത്. നെക്സ്റ്റ് വൺ, പ്രിപ്പയർ എ പോസ്റ്റർ ഇൻ കണക്ഷൻ വിത്ത് ഐ ഡൊണേഷൻ. ഐ ഡൊണേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ട എന്ത് വേണം, നമ്മൾ പോസ്റ്ററിൽ എന്തെങ്കിലും എഴുതണം അല്ലേ. നമുക്ക് എന്ത് എഴുതാം? ഡൊണേറ്റ് യുവർ ഐസ് ലൈറ്റ് അപ്പ് എ ലൈഫ്. ഓക്കെ. നമ്മുടെ കണ്ണ് ഡൊണേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ജീവിതം തന്നെ വെളിച്ചത്തിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, പോസ്റ്റർ എഴുതുമ്പോൾ ഇതേപോലെ ഒരു ബോക്സിനുള്ളിൽ എഴുതുക. എന്തെങ്കിലും പിക്ചറൊക്കെ വരച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി 4th ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദെയർ പാർട്സ് യൂസിങ് ഫോർ പ്ലാന്റിങ്. പുതിയൊരു പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ടാപ്പിയോക്കോ, ലേഡീസ് ഫിംഗർ, അമാരന്തസ്, റോസ്, പാഡി, ഹിബിസ്കസ്. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റിങ് സ്റ്റെം വെച്ചുകൊണ്ട് ഏതൊക്കെയാണ്? ഹിബിസ്കസ്, അതുപോലെ തന്നെ ടാപ്പിയോക്കോ. പിന്നെ എന്തുണ്ട്? റോസ് നമ്മൾ സ്റ്റെം വെച്ചുകൊണ്ടാണ് പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കാറുള്ളത്. ഇനി അടുത്തത് എന്ത് ചെയ്യാം, നമുക്കറിയാം ലേഡീസ് ഫിംഗറൊക്കെ എന്താണ്? അതിൻ്റെ വിത്താണ് അല്ലേ. അപ്പോൾ നമുക്ക് ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ സീഡ്സ് എന്ന് എഴുതി കൊടുക്കാം. അതിലേതൊക്കെ വരും? പാഡി, അതുപോലെ തന്നെ അമാരന്തസ്, ദെൻ ലേഡീസ് ഫിംഗർ. ഓക്കെ. ഇതിങ്ങനെയാണ് ജസ്റ്റ് എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ഇതിലെ ബി ചോദ്യമാണ്. ഇഫ് ദ സീഡ് സ്പ്രൗട്ട് അറ്റ് ദ ബോട്ടം ഓഫ് ദ പ്ലാന്റ് സാപ്ലിങ്സ് കനോട്ട് ഗ്രോ പ്രോപ്പർലി, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ വിത്തുകൾ ഒരു സസ്യത്തിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളച്ചു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആ ചെടികൾക്ക് ശരിയായിട്ട് വളരാൻ വേണ്ടി കഴിയില്ല അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ് ഏതൊക്കെയാണെന്നാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ മെത്തേഡിലാണ് നമ്മൾ സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നത് എന്ന് എഴുതി കൊടുക്കണം. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ത്രൂ വിൻഡ് വഴി അല്ലേ. പിന്നെ ഏതാണ്? ത്രൂ വാട്ടർ. ഓക്കെ. ത്രൂ വാട്ടർ എന്ന് എഴുതി കൊടുക്കാം. ത്രൂ വാട്ടർ. മറ്റൊന്ന് എന്താണ്? ത്രൂ എനിമൽസ് അല്ലേ. എനിമൽസ് വഴിയും ഉണ്ട്. ത്രൂ എനിമൽസ്. അടുത്തത് ഇതിലെ സി ചോദ്യമാണ്. വിച്ച് അഡാപ്റ്റേഷൻ ഓഫ് പാപ്പസ് ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. ഈ പാപ്പസിൻ്റെ സീഡ് ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മോർ വെയിറ്റ്, അത് നല്ല വെയിറ്റ് ഉണ്ട്. ഫ്ലോട്ട് ഇൻ വാട്ടർ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഹെയറി പാർട്സ്, അതിൻ്റെ രോമം പോലത്തെയുള്ള ആ ഒരു ഹെയറി പാർട്സ്. അട്രാക്റ്റീവ് കളർ, അതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണല്ലേ. അതിൻ്റെ ഹെയറി പാർട്സ് ആണ് കാരണമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 5th ക്വസ്റ്റ്യൻ ആണ്, 5th ആക്ടിവിറ്റി. വാട്ടർ ഈസ് ബ്രിഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. എന്താണ്? വെള്ളം എന്ന് പറയുന്ന അമൂല്യമാണ്, അതൊരിക്കലും നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. ചോദ്യം. വിച്ച് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഹെൽപ്സ് ടു പാസ് ത്രൂ ദ പൈപ്പ്. പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ വെള്ളം പോകുക എന്ന് പറയുന്നത് അല്ലേ, ആ ഒരു വെള്ളത്തിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് അവിടെ ഉപയോഗിക്കുന്നത്? ഏതാണ്? അവിടെ അതിൻ്റെ ഫ്ലൂയിഡിറ്റി ആണ്. ഓക്കെ. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഫ്ലൂയിഡിറ്റി എന്ന് എഴുതി കൊടുക്കുക. ഫ്ലൂയിഡിറ്റി.
ഇനി there are various types of water conservation methods, write any 3 of them. ഒരുപാട് വാട്ടർ കൺസർവേഷൻ മെത്തേഡ് ഉണ്ട് അല്ലേ, അതിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ എഴുതി കൊടുക്കാം നമുക്ക്? ഒന്നെന്ന് പറയുന്നത് ടേണിംഗ് ഓഫ് ടാപ്സ് വൈൽ ബ്രഷിംഗ് ടീത്ത് ഓർ വാഷിംഗ് ഹാൻഡ്സ്. അതുപോലെ തന്നെ റിപ്പയറിംഗ് ലീക്കിംഗ് പൈപ്സ്. ഓക്കെ, റിപ്പയറിംഗ് ലീക്കിംഗ് പൈപ്സ്. മറ്റൊന്ന് യൂസിങ് എ ബക്കറ്റ് ആൻഡ് എ മഗ് ഫോർ ബാത്തിങ് ഇൻസ്റ്റെഡ് ഓഫ് എ ഷവർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? യൂസിങ് ബക്കറ്റ് എന്നുള്ളത് അത് ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. യൂസിങ് ബക്കറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഷവർ. ഓക്കെ, ഇനി ഇതിലെ സി ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ സോളിഡ് സ്റ്റേറ്റിലുള്ളത് താഴെ പറയുന്നതിൽ ഏതാണ്? വെൽ, വാട്ടർ, വാട്ടർ വേപ്പർ, ഐസ്. ഏതാണ്? ഐസ് ആണ് അല്ലേ, ഐസാണ് സോളിഡ് സ്റ്റേറ്റിൽ ഉള്ളത്. ഇനി ആക്ടിവിറ്റി നമ്പർ 6 ആണ് നോക്കാനുള്ളത്. You might have done an experiment in your class to prove that air is necessary for burning. അപ്പോൾ നമ്മൾ എന്താണ് കത്താൻ എയർ ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ വാട്ട് ആർ ദ അതർ മെറ്റീരിയൽസ് നീഡഡ് രാദർ ദാൻ എ മാച്ച് ബോക്സ്. അപ്പോൾ മാച്ച് ബോക്സ് അല്ലാതെ വേറെ എന്തൊക്കെ സാധനങ്ങളാണ് അതിന് ആവശ്യമായിട്ടുള്ളത്? എന്തൊക്കെയായിരുന്നു വേണ്ടത്? എ കാൻഡിൽ അല്ലേ, ഒരു കാൻഡിൽ ആവശ്യമാണ്. എ കാൻഡിൽ, അതുപോലെ തന്നെ എ ഗ്ലാസ് ടംബ്ലർ, പിന്നെന്ത് വേണം? എ പ്ലേറ്റ്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി റൈറ്റ് ദ നോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ് ദാറ്റ് പ്രൂവ്സ് ഇറ്റ് എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ്. അപ്പോൾ ബേണിങ്ങിന് എയർ നെസസറി ആണ് എന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ചാപ്റ്റർ പോയിട്ട് നോക്കുക, എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ എക്സ്പെരിമെൻറ്റ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം? അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, അതിൻ്റെ ഒബ്സർവേഷൻ എന്തൊക്കെയാണ്, കൺക്ലൂഷൻ എന്തൊക്കെയാണെന്നുള്ളത് വേണം. ഓക്കെ, അതനുസരിച്ച് വേണം എഴുതി കൊടുക്കാൻ. ഇനി ഇതിലെ സി ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെട്രോൾ, വിൻഡ്, സോളാർ എനർജി, കോൾ. ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ പെട്രോളും അതുപോലെ തന്നെ കോളുമാണല്ലേ. അപ്പോൾ ആൻസർ പെട്രോൾ ആൻഡ് കോൾ എന്നുള്ളതാണ്. ഇനി ഇതിലെ 7th ആക്ടിവിറ്റിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. 7th വൺ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ ദ മാൻ മെയ്ഡ് മെഷീൻസ്. എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്? ഒരു മാൻ മെയ്ഡ് മെഷീൻ ആണല്ലേ. സോ റൈറ്റ് എനി 2 സർവീസസ് ദേ ഡു ടു അസ്. നമുക്ക് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും 2 സർവീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വെതർ ഫോർകാസ്റ്റ്, പിന്നെ നമുക്ക് എന്ത് എഴുതാം? കമ്മ്യൂണിക്കേഷൻ അല്ലേ. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നാവിഗേഷൻ. ഇത് രണ്ടും അവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മാച്ച് ദ ആണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. സണ്ണ്, സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. ഓക്കെ, സണ്ണുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? സണ്ണ് സെൽഫ് ഗ്ലോയിങ് ആണ്. ഓക്കെ, ഒറ്റയ്ക്ക് പ്രകാശിക്കുന്ന ഒന്നാണ് സൺ എന്ന് പറയുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടത് ഏതാണ്? വെതർ ഫോർകാസ്റ്റ് ആണ്. ഓക്കെ, വെതർ ഫോർകാസ്റ്റ്. റോക്കറ്റുമായി ബന്ധപ്പെട്ടത് ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ ദ സ്കൈ. മൂണുമായി ബന്ധപ്പെട്ടത് സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത് എന്നുള്ളതാണ്. ഇനി ഇതിലെ സി ചോദ്യം, നെയിം ദ മെത്തേഡ് ദാറ്റ് ഹെൽപ്പ് us റീച്ച് ദ ഡെസ്റ്റിനേഷൻ വെൻ വി ട്രാവൽ ത്രൂ ആൻ അൺനോൺ വേ. എന്താണ്? അറിയാത്ത ഒരു വഴിയിലൂടെ നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ ആ ഡെസ്റ്റിനേഷൻ ആ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഷാഡോ, TV, GPS, റേഡിയോ. ഏതാണ്? GPS ആണല്ലേ. അപ്പോൾ GPS എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത്രയുമായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതേ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.